എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ചെറുപയർ പരിപ്പ് വെച്ച് സ്വാദിഷ്ടമായ അലുവ തയ്യാറാക്കാം. ഇതിന് ഒരു ചെറിയ കപ്പ്, അതായത് 125 ഗ്രാം ചെറുപയർ പരിപ്പെടുത്ത് 2-3 പ്രാവശ്യം കഴുകി അരിപ്പയിൽ വയ്ക്കുക. വെള്ളം ഒന്ന് വറ്റണം. ഇതിന് 10 മിനിറ്റ് വയ്ക്കുക. ഈ സമയം നമ്മൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പിട്ട് സിമ്മിൽ വറുക്കുക. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ മുന്തിരിങ്ങയിട്ട് വറക്കുക. മുന്തിരിങ്ങ വീർത്ത് കുമിളിച്ച് വരുമ്പോൾ കോരി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ നെയ്യിൽ തന്നെ നമ്മൾക്ക് ചെറുപയർ പരിപ്പ് വറുത്തെടുക്കാം. സിമ്മിൽ വറുക്കുക. 3-4 മിനിറ്റ് സമയമെടുക്കും ചെറുപയർ പരിപ്പ് നല്ലപോലെ ഫ്രൈ ആവാൻ. കളർ മാറി നല്ല മണം വരും. ഈ സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് പൊടിക്കുക. പൊടിച്ച ചെറുപയർ പരിപ്പ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇനി വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. നല്ല ക്വാളിറ്റിയുള്ള ശർക്കര ഉപയോഗിക്കുക. ശർക്കരപ്പാനി തയ്യാറാക്കാൻ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 കപ്പ് ശർക്കരയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിക്കുക. പാവ് പദമൊന്നും ആവേണ്ട. ശർക്കര നല്ലപോലെ തിളച്ചാൽ മതി. കല്ലും മണ്ണുമുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചൊഴിക്കുക. ഇനി അലുവ തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. അടി കട്ടിയുള്ളതോ നോൺ സ്റ്റിക്ക് ആയതോ ആയ പാത്രത്തിൽ അലുവ തയ്യാറാക്കാം. ഒട്ടാതെ കിട്ടാൻ ഇത് സഹായിക്കും. പാനിലേക്ക് 1 സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ചെറുപയർ പരിപ്പ് ചേർത്ത് 2 മിനിറ്റ് സിമ്മിൽ വഴറ്റുക. അതിനുശേഷം 1 കപ്പ് കാച്ചി ആറിയ പാൽ ചേർത്ത് കൊടുക്കുക. പാലിൽ കിടന്ന് ചെറുപയർ പരിപ്പ് വേവണം. പരിപ്പ് വെന്ത് കുറുകുമ്പോൾ തയ്യാറാക്കിയ ശർക്കരപ്പാനി കുറേശ്ശെ ചേർത്ത് നല്ലപോലെ കട്ട കെട്ടാതെ മിക്സ് ചെയ്യുക. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം യോജിപ്പിക്കുവാൻ. മുഴുവൻ ശർക്കരപ്പാനിയും ചേർത്ത ശേഷം കട്ട ഉടച്ചു കൊടുത്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. 3-4 സ്പൂൺ നെയ്യ് 1 സ്പൂൺ വീതം ഇടയ്ക്കിടെ ചേർത്ത് കുറുക്കുക. മിശ്രിതം കുറുകി പാനിൽ നിന്നും വിട്ടുവരുന്ന സ്റ്റേജിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എന്നിവ ചേർത്ത് യോജിപ്പിക്കുക. അലുവ മുറിച്ചാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ 2 മിനിറ്റ് കൂടി പാനിൽ വെച്ച് കട്ടിയായി കുറുക്കുക. കുറച്ച് സോഫ്റ്റ് അലുവയാണ് വേണ്ടതെങ്കിൽ ഈ സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഏലക്കപ്പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചെറുപയർ പരിപ്പും പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയതുകൊണ്ട് പോഷകമൂല്യമുള്ള അലുവയാണ് നമ്മൾ തയ്യാറാക്കിയത്. കൂടാതെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയിലാണ് ഇതുണ്ടാക്കിയത്. കുട്ടികൾക്കെല്ലാം പ്രിയപ്പെട്ട ചെറുപയർ പരിപ്പ് അലുവ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.